ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആദ്യമായിട്ട് മധുരക്കിഴങ്ങ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഒരു പീസ് മധുരക്കിഴങ്ങ് എടുത്താൽ മതി. അത് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ വയ്ക്കുക. ഞാൻ ഇന്നിവിടെ അത് ആവിയിൽ വെച്ച് മധുരക്കിഴങ്ങ് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് വെള്ളത്തിൽ വെച്ച് പുഴുങ്ങിയാണെങ്കിലും വെള്ളത്തിലിട്ട് പുഴുങ്ങിയാണെങ്കിലും എടുക്കാം. ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീമറിലാണ് ഞാനിന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു 15 മിനിറ്റ് നമ്മൾ അത് ആവി വെന്ത് വരാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. അതിന് ശേഷം 15 മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ വേവിക്കണം. പിന്നെ അതിന് ശേഷം 15 മിനിറ്റിന് ശേഷം നമ്മൾ അത് വെന്തോന്ന് ഒരു കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പം അത് വെന്ത് വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമ്മളൊരു സ്മാഷർ വെച്ച് നല്ലപോലെ ഉടച്ചെടുക്കണം. മധുരക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മുട്ട 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കേണ്ടത്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിന് ശേഷം 3 ടേബിൾ സ്പൂൺ തേൻ ഞാൻ ഒഴിക്കുന്നുണ്ട്. തേനിന് പകരം നമ്മൾ ഇത് ആഡ് ചെയ്താലും മതി. മധുരം ആവശ്യമായിട്ടുള്ളവർ മധുരം ചേർത്താൽ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് മധുരം ഉണ്ട് ആവശ്യത്തിന്. അപ്പം ഷുഗറൊക്കെ ഉള്ളവർക്ക് മധുരം വേണ്ടാന്നുള്ളവർക്ക് മധുരം വേണ്ട. ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിനി കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 3 സ്പൂൺ ഹണി ഞാൻ ചേർത്തന്നേ ഉള്ളൂ. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ചേർക്കുന്നത്. അതിന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഇല്ലെങ്കിൽ ഇത് തേങ്ങ ചുരണ്ടിയതാണെങ്കിലും മതി, ഇല്ലെങ്കിൽ ഗ്രേറ്റഡ് കോക്കനട്ട് പൗഡർ ആണെങ്കിലും മതി. നമ്മൾ അത് ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് ഗ്യാസിൽ ചൂടാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ ബട്ടർ സ്മോൾ പീസസ് ബട്ടർ ഇടുക. ബട്ടർ ഇട്ട് ചൂടായി വരുമ്പോൾ പാനിലേക്ക് നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മൾ എല്ലായിടവും നമ്മൾ ഇതായതിന് ശേഷം നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ ഈ നന്നായിട്ട് ഇതാക്കി കൊടുക്കുക. അതിനുശേഷം 15 മിനിറ്റ് നമ്മൾ മുകളിൽ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ഓപ്ഷനിലാണത്, ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി. ബട്ടർ വേണ്ട എന്നുള്ളവർക്ക് എണ്ണയാണെങ്കിലും ചേർക്കാം. അതിനുശേഷം അടച്ചു വെച്ച് നമ്മൾ 15 മിനിറ്റ് വേവിക്കണം. വെന്തതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിനകത്തോട്ട് ആ പാൻ കേക്ക് എടുത്ത് വയ്ക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് ആവശ്യം പോലെ നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണിത്. അതിനകത്ത് കുറച്ച് കോക്കനട്ട് ഡെസിക്കേറ്റഡ് പൗഡർ കൂടി നമ്മളിട്ടാൽ നമ്മളൊരു ക്രിസ്പി ഫീലും കൂടെ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ സെർവ് ചെയ്യുക. നന്നായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക.